എല്ലാവരും പറയുന്നതാണ് ഡോക്ടറെ കഫക്കെട്ട് മാറുന്നില്ല. എവിടുന്നാണ് ഇത്രയധികം കഫം വരുന്നത്? ഈ ശരീരത്തിൽ നിന്ന് തന്നെയാണോ ഇത്രയധികം കഫം വരുന്നത്? എവിടെയാണ് ഇതിന്റെ പ്രൊഡക്ഷൻ? ഇങ്ങനെ വരെ ചോദിക്കുന്നവർ പലരും ഉണ്ട്. അപ്പൊ കഫക്കെട്ടിന് എന്തൊക്കെയാണ് കാരണങ്ങൾ? എങ്ങനെയാണ് ഇത് ഉണ്ടാവുന്നത്? വെറും ഒരു ശ്വാസകോശ സംബന്ധമായ ബുദ്ധിമുട്ടുകൾ കാരണമാണ് കഫക്കെട്ട് ഉണ്ടാവുന്നതെന്ന് പലരും വിചാരിക്കുന്നുണ്ട്. പക്ഷെ എന്തൊക്കെയാണ് കാരണങ്ങൾ എന്നാണ് നമ്മളിന്ന് പറയുന്നത്. മെയിനായിട്ട് പറയുന്നത് എന്ന് പറഞ്ഞാൽ തൊണ്ടയിലുള്ള ബുദ്ധിമുട്ട്. തൊണ്ടയിലുള്ള എന്ത് ഇൻഫെക്ഷൻ കാരണം, അത് ബാക്ടീരിയൽ ആവും, ഫാരിഞ്ചൈറ്റിസ്, ടോൺസിലൈറ്റിസ്. തൊണ്ടയിലുള്ള 2 ടോൺസിൽസ് ഉണ്ട്, ആ മുഴകൾക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ. ഇതൊക്കെ കാരണം, തൊണ്ടയിലെ പ്രശ്നങ്ങൾ കാരണം കഫക്കെട്ട് ഉണ്ടാവും. അവിടെ ഒരു ഇറിറ്റേഷൻ ഉണ്ടാവും. നിവർന്നിരിക്കുന്ന സമയത്തൊക്കെ കഫം ഇങ്ങനെ തൊണ്ട അടഞ്ഞ പോലെ ഉണ്ടാവും. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ ബുദ്ധിമുട്ടുള്ളവർ ഇടയ്ക്കിടയ്ക്ക് തൊണ്ട ക്ലിയർ ആക്കിക്കൊണ്ടിരിക്കും. ഇതാണ് ഫസ്റ്റ് റീസൺ. പിന്നെ രണ്ടാമതായിട്ട് പറയുന്നത് നമ്മുടെ സൈനസ്. നമ്മുടെ ശരീരത്തിൽ മുഖത്ത് വായു അറകളുണ്ട്, 4 വായു അറകളുണ്ട്. ഈ വായു അറകളിൽ കഫം നിറഞ്ഞു കഴിഞ്ഞാൽ, അത് പല കാരണങ്ങൾ കൊണ്ട് കഫം നിറയാം. നീരിറക്കം കാരണം നിറയാം, എന്തെങ്കിലും ഇൻഫെക്ഷൻ കാരണം നിറയാം. അപ്പം അതിന് നമ്മൾ പറയുന്നവരാണ് സൈനസൈറ്റിസ്. ഈ ഇൻഫെക്ഷൻ കാരണം ഇവിടെ കഫം നിറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് നമ്മളെ തൊണ്ടയിലേക്ക് ഇറങ്ങാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം തൊണ്ടയിൽ കഫം കെട്ടിയ പോലത്തെ ഒരു ഫീലിംഗ് ഉണ്ടാവും. ചുമയ്ക്കുന്ന സമയത്ത് നല്ല കട്ടയുള്ള മഞ്ഞ കളറിലുണ്ടാവും, ചിലപ്പോൾ കളർലെസ് ആയിരിക്കും, പക്ഷെ നല്ല കട്ടയിലായിരിക്കും. ഒരു പശ പോലെ ഒട്ടി നിൽക്കുന്ന രീതിയിലുള്ള കഫമായിരിക്കും ഉണ്ടാവുക. ഈ സമയത്ത് തന്നെ നമുക്ക് മൂക്കിലൂടെയും കഫം വരാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ ഒന്ന് പറയുന്നത് പോസ്റ്റ് നേസൽ. ഇപ്പോൾ ഈ നേസൽ ട്രാക്റ്റിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവിടെ നിന്നും കഫം താഴത്തേക്ക് ഇറങ്ങാനുള്ള കാരണമാവും. പോസ്റ്റ് നേസൽ ഡ്രിപ്പിംഗ് എന്നാണ്. സാധാരണ നമ്മൾ ഇരിക്കുന്ന സമയത്ത് വരെ തുള്ളി തുള്ളിയായിട്ട് കഫം നമ്മുടെ തൊണ്ടയിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കും. അല്ലെങ്കിൽ നോർമലി വായയ്ക്ക് ഇങ്ങനെ വരും. അപ്പോൾ എന്താണ് ഇത്, എവിടെ നിന്നാണ് പ്രൊഡക്ഷൻ എന്ന് പോലും നമുക്ക് മനസ്സിലാവില്ല. രീതിയിൽ കഫം വായയ്ക്ക് വരുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ പോസ്റ്റ് നാസൽ ഡ്രിപ്പിംഗ് എന്ന് പറയാം. അപ്പോൾ ഈ ഒരു രീതിയിൽ വായു അറകളിലും പോസ്റ്റൽ നാസൽ ഡ്രിപ്പിംഗ് കാരണം ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. പിന്നെ ഒന്ന് പറയുന്നത് ശ്വാസകോശ സംബന്ധമായ, കോമൺലി എല്ലാവർക്കും അറിയുന്ന ശ്വാസകോശ സംബന്ധമായ ബുദ്ധിമുട്ടുകൾ കാരണം. ഇപ്പോൾ ന്യൂമോണിയ, ചെറുപ്പത്തിൽ ന്യൂമോണിയ അല്ലെങ്കിൽ ബാല ടി ബി വന്നവരിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഈ ബുദ്ധിമുട്ടുകൾ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അതുപോലെ തന്നെയാണ് കോവിഡിന് ശേഷം. കോവിഡിന് ശേഷം എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ അന്നത്തെ കഫക്കെട്ടും പരിപൂർണമായിട്ട് മാറിയിട്ടില്ലെങ്കിൽ, ചെറിയൊരു ഇൻഫെക്ഷൻ അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ഫാക്ടർ, ഇപ്പോൾ ചെറുതായിട്ടൊന്ന് ഐസ്ക്രീം കഴിക്കുക, അല്ലെങ്കിൽ അത് ചിലരുടെ റീസൺ ആണ്. ചിലർക്ക് ചിലപ്പോൾ ചൂടുള്ള റൂമിലേക്ക് കയറിയ നീരിറക്കം വന്നതായിരിക്കാം, ചിലർക്ക് മഴ കൊള്ളുമ്പോൾ. അപ്പം ഇങ്ങനെ ചെറിയൊരു കാരണം തട്ടുമ്പോഴേക്ക് ഇൻഫെക്ഷൻ വീണ്ടും കൂടാനും കഫക്കെട്ട് വരാനുള്ള കാരണം മെയിനായിട്ട് അത് ആ വന്ന സമയത്ത് കംപ്ലീറ്റ് ആയിട്ട് മാറാത്തത് കൊണ്ട് മാത്രമാണ്. അതുകൊണ്ടാണ് ഈ റെക്കറൻസ് കൂടുന്നത്. അതാണ് മൂന്നാമത്തെ ഒരു റീസൺ. ന്യൂമോണിയ അല്ലെങ്കിൽ COPD, കോവിഡ്, ഈ കാരണം ബുദ്ധിമുട്ടുള്ളവർ. പിന്നെ പറയുന്നത് എല്ലാവർക്കും അറിയണമെന്നില്ല, പക്ഷേ എല്ലാവരും അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടാണ് ദഹനത്തിലുള്ള പ്രശ്നം കാരണം. ഈ ദഹനരസത്തിൻ്റെ ബുദ്ധിമുട്ട് കാരണമുള്ള തൊണ്ടയിലുള്ള ഒരു ഇറിറ്റേഷൻ. അപ്പോൾ ഇപ്പോൾ ദഹനരസം കൂടി അല്ലെങ്കിൽ ദഹിക്കാൻ ഫുഡിന് സമയം കിട്ടിയില്ല, പക്ഷെ അത് മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ തൊണ്ടയ്ക്ക് ഒരു ഇറിറ്റേഷൻ കൊടുക്കുകയും ആ സമയത്ത് അവിടെ കഫത്തിൻ്റെ പ്രൊഡക്ഷൻ കൂടുകയും ചെയ്യും. ഈ രീതിയിൽ ഓൾമോസ്റ്റ് എല്ലാവർക്കും ഈ ഒരു കഫക്കെട്ട് കാണാറുണ്ട്, പക്ഷെ ആർക്കും അത് തിരിച്ചറിയാൻ കഴിയുന്നില്ല. അപ്പോൾ ഇതാണ് മെയിൻ 4 റീസണുകൾ. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുക എന്നുള്ളതാണ്. അപ്പോൾ സൈനസൈറ്റിസിൻ്റെ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻ്റ് ആണ് എടുക്കേണ്ടത്. സൈനസുകളിൽ കഫം നിറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മെയിനായിട്ട് ചെയ്യേണ്ട ആവി പിടിക്കുക. ആവി പിടിക്കുന്ന സമയത്ത് ചെറിയൊരു 2 ടീസ്പൂൺ നിങ്ങൾ കല്ലുപ്പ് ഇടാൻ ശ്രദ്ധിക്കാം. ആ സമയത്ത് എന്ന് പറഞ്ഞാൽ ആ വായു അറകളിൽ ഡ്രൈനെസ്സും പോവും. ഇനി അഥവാ കൂടുതലായിട്ട്, അതാണ് വിക്സ് അതൊക്കെ ഇടരുതെന്ന് പറയുന്നത്. ആ വിക്സ് ഇടുന്ന സമയത്ത് ആ വായു അറകൾ ഡ്രൈ ആവുകയാണ് ചെയ്യുക. പക്ഷെ ആ ഡ്രൈനെസ്സും വായു അറകൾക്ക് ഡാമേജ് ഉണ്ടാക്കും. അപ്പോൾ നിങ്ങൾ ഉപ്പാണ് ഇടുന്നതെന്നുണ്ടെങ്കിൽ അവിടെ നിന്നുള്ള കഫം വലിച്ചെടുക്കുകയും അത് പുറന്തള്ളി പോവുകയും ചെയ്യും. അപ്പോൾ ഈ രീതിയിൽ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീട് തൊണ്ടയിലേക്ക് കഫം ഇറങ്ങി വരുന്ന ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. പിന്നെ പോസ്റ്റ് നാസൽ ഡ്രിപ്പിങ്ങിനും നമ്മൾ മെയിനായിട്ട് ആവി പിടിക്കുന്നത് ഉപദേശിക്കാറുണ്ട്. അതുപോലെയാണ് നേസൽ ട്യൂബിന് കറക്റ്റായിട്ട് വളർച്ച എത്താത്തവരിലും ഇടയ്ക്കിടയ്ക്ക് ബുദ്ധിമുട്ടുകൾ കാണും. പിന്നെ ഒന്ന് അഡിനോയിഡാണ്. അഡിനോയിഡ് അവിടെയുള്ള ഒരു ഗ്രന്ഥിയാണ്. ആ ഗ്രന്ഥിയുടെ വളർച്ച കാരണവും കഫത്തിൻ്റെ പ്രൊഡക്ഷൻ കൂടുകയും അതേപോലെ തന്നെ ശ്വാസോച്ഛ്വാസത്തിന് ബുദ്ധിമുട്ടുണ്ടാവുകയും ചെയ്യും. പിന്നെ അലർജി, ഇൻഫെക്ഷൻ, ശ്വാസകോശ സംബന്ധമായ ബുദ്ധിമുട്ടുകൾ കാരണമുള്ള കഫക്കെട്ടാണ് പറഞ്ഞത്.
ആ കഫക്കെട്ട് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെ തൊണ്ടയിൽ നിന്ന് ശ്വാസകോശത്തിലേക്ക് പോകുന്ന കുഴലുണ്ട്, ബ്രോങ്കസ്. അവിടെ കഫം നിറയാണ് മെയിനായിട്ട് ചെയ്യുക. ആ കഫം നിറയുന്ന സമയത്ത് നമുക്ക് രാത്രി കിടക്കുന്ന സമയത്ത് ഏത് സൈഡിലേക്ക് കിടന്നു കഴിഞ്ഞാലും ഒരു കുറുകൽ പോലെ നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ ഇതാണ് മെയിനായിട്ട് നമുക്ക് ആ അലർജി അല്ലെങ്കിൽ ഇൻഫെക്ഷൻ, എന്തെങ്കിലും ശ്വാസകോശ സംബന്ധമായ ഇൻഫെക്ഷൻ കാരണമുള്ള ബുദ്ധിമുട്ടുകളിൽ കാണാം. ഒരു റാറ്റ്ലിംഗ് സൗണ്ട് നമുക്ക് കേൾക്കാൻ കഴിയും. മ്യൂക്കസ് അവിടെ താഴത്തേക്കും മുകളിലേക്കും പോവാണ്, പക്ഷെ കറക്റ്റായിട്ട് നമുക്ക് പുറത്തേക്ക് പ്രൊഡ്യൂസ് ചെയ്യാനും പറ്റുന്നില്ല. പിന്നെ GERD അല്ലെങ്കിൽ ദഹനത്തിൻ്റെ ബുദ്ധിമുട്ടാണ്. ഇത് എങ്ങനെയാണ് നമുക്ക് കണ്ടെത്താൻ നോക്കാം. ഈ ദഹനത്തിൻ്റെ ബുദ്ധിമുട്ടുള്ളവർക്ക് രാവിലെ എണീക്കുന്ന സമയത്ത് വെളുത്ത പത പോലുള്ള കഫാണ് വായിലേക്ക് കിട്ടുക. അതിപ്പോൾ ചിലപ്പോൾ ഉച്ചയ്ക്കൊക്കെ ഉണ്ടാവും, പക്ഷെ കൂടുതലായിട്ട് രാവിലെ എണീക്കുന്ന സമയത്താണ് ഈ ബുദ്ധിമുട്ടുണ്ടാവുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ ഒരു ജീവിത ശൈലിയിൽ രാത്രി 10:30 ആ സമയത്ത് ഫുഡ് കഴിക്കുക, അല്ലെങ്കിൽ ഒരു 9 മണിക്ക് ശേഷം ഫുഡ് കഴിക്കും. ഫുഡ് കഴിച്ച ഉടനെ ഒരു അരമണിക്കൂറിനുള്ളിൽ കിടന്നുറങ്ങുന്ന ഒരു ശീലം, ഈ ഒരു ശീലത്തിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ സമയത്ത് എന്താ വെച്ചാൽ ദഹനം കറക്റ്റായിട്ട് നടക്കുന്നില്ല, കറക്റ്റായിട്ട് നടക്കില്ല. അതുപോലെ തന്നെ അത് നമ്മൾ കിടക്കുന്ന സമയത്ത് മുകളിലേക്ക് വരികയാണ്, മുകളിലേക്ക് വന്ന് ത്രോട്ടിലൊരു ഇറിറ്റേഷൻ ഉണ്ടാക്കുകയും അവിടെ കഫത്തിൻ്റെ പ്രൊഡക്ഷൻ കൂട്ടുകയും ചെയ്യുന്നു. എന്നാൽ ഈ ഒരു ജീവിതശൈലി മാറ്റിയിട്ട് നമ്മളൊരു 7 മണിക്ക് ഫുഡ് കഴിക്കുന്നു. കറക്റ്റായിട്ട് 7 മണിക്ക് ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ഒരു 2 മണിക്കൂറിനുള്ളിൽ ദഹനം കഴിയുകയും നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ഒരു 10:30 11 മണിക്ക് കിടക്കുക, അല്ലെങ്കിൽ 10 മണിക്ക് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയില്ല. അതുപോലെ തന്നെ ഹെവി ഫുഡ് കഴിക്കാതിരിക്കുക, രാത്രിയിൽ ചെറിയ രീതിയിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ നോക്കുക. ശരീരത്തിൻ്റെ ദഹനം മൈൽഡാക്കുന്ന രീതിയിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കാനും ശ്രദ്ധിക്കുക. നേരത്തെ ഭക്ഷണം കഴിച്ചതിന് ശേഷം നിങ്ങൾ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ദഹനരസം മുകളിലേക്ക് വരികയില്ല. നിങ്ങൾക്ക് രാവിലെ കഫക്കെട്ടിൻ്റെ ബുദ്ധിമുട്ടുകൾ കുറയ്ക്കാനും സഹായകമാണ്. ഇത് സ്ഥിരമായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഉണ്ടാവില്ല. അപ്പോൾ ഈ ദഹനത്തിൻ്റെ ബുദ്ധിമുട്ട് കാരണമുള്ളത് കുറയ്ക്കാനുള്ളത് മെയിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു ജീവിതശൈലിയിലുള്ളൊരു ചേഞ്ചാണ്. പിന്നെ കറക്റ്റായിട്ട് വെള്ളം കുടിക്കാം. പിന്നെ കഫക്കെട്ട് വിട്ട് മാറുന്നില്ല, കുട്ടികളിൽ മെയിനായിട്ട് പറയും കഫക്കെട്ട് വിട്ട് മാറുന്നില്ല. അപ്പോൾ ഇതിന് ചെയ്യാൻ പറ്റുന്നൊരു ടിപ്പായിട്ട് നമ്മൾ പറയാറ് പനിക്കൂർക്ക. എല്ലാവരുടെയും വീട്ടിൽ കാണുന്നതാണ് പനിക്കൂർക്ക. ഈ പനിക്കൂർക്ക ഒരു 3-4 ഇല എടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ചൂടാക്കി അതിൻ്റെ നീര് പിഴിഞ്ഞെടുത്തിട്ട് അതിലൊരു 2 തുള്ളി തേൻ ഉറ്റിച്ചതിന് ശേഷം കഴിക്കുക. ഇത് ദിവസേന നിങ്ങൾ രാവിലെയും വൈകുന്നേരം ഒരാഴ്ച കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ ഇൻഫെക്ഷൻ കുറയുകയും അതുപോലെ തന്നെ ഉള്ള കഫം പുറത്തേക്ക് പ്രൊഡ്യൂസ് ചെയ്ത് പോവുകയും ചെയ്യും. ആ സമയത്ത് ഇൻഫെക്ഷൻ കുറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്ഥിരമായിട്ടൊരു ശമനം ഉണ്ടാവും. പിന്നെ ഒന്ന് പറയുന്നതാണ് മഞ്ഞൾ. മഞ്ഞൾ എന്ന് പറഞ്ഞാൽ ഏതൊരു ഇൻഫെക്ഷനും ആൻറ്റി ഇൻഫ്ലമേറ്ററി ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ആൻറ്റി ബാക്ടീരിയലാണ് മഞ്ഞൾ. അപ്പോൾ ഈ മഞ്ഞൾ 1 ടീസ്പൂൺ എടുക്കുക, അതിലൊരു 2 തുള്ളി തേൻ ഉറ്റിച്ചതിന് ശേഷം ദിവസേന രാവിലെയും വൈകുന്നേരം കഴിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു സമയത്തും ഇൻഫെക്ഷനെതിരെ പോരാടുന്നത് കാരണം നിങ്ങൾക്ക് കഫക്കെട്ട് ബുദ്ധിമുട്ടുകൾ എന്ത് ഇൻഫെക്ഷൻ ഉണ്ടെങ്കിലും അത് കുറഞ്ഞു കിട്ടാൻ സഹായകമാവും. പിന്നെ കഫക്കെട്ടിൻ്റെ ബുദ്ധിമുട്ടുള്ളവർ ശ്രദ്ധിക്കേണ്ടത് ദിവസേന ഒരു കറക്റ്റ് ജീവിതശൈലി ഫോളോ ചെയ്യുക. രാവിലെ കറക്റ്റ് സമയത്ത് എണീക്കുക, കറക്റ്റ് സമയത്ത് കുളിക്കുക, ഈ രീതിയിൽ. കാരണം എന്താ വെച്ചാൽ കുളിയുടെ ചേഞ്ചിൽ വരെ ആ നീരിറക്കത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അങ്ങനെ ഒരു കറക്റ്റ് ഫോളോ ചെയ്യാൻ നോക്കുക. പിന്നെ കൂടുതലായിട്ട് പാലുൽപ്പന്നങ്ങൾ കഴിക്കുന്നത് കുറയ്ക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ ചിലർക്ക് ചിലപ്പോൾ തണുപ്പ് ഭക്ഷണങ്ങൾ അലർജി അല്ലെങ്കിൽ ഇൻഫെക്ഷൻ ടോൺസിലൈറ്റിസ് ഒക്കെ ഉണ്ടാക്കാനുള്ള ചാൻസ് കൂട്ടാറുണ്ട്. അപ്പം അങ്ങനെയുള്ളവർ അതൊന്ന് കുറയ്ക്കാൻ മിതമായ രീതിയിൽ കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, അമിതമായിട്ട് കഴിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഡെയിലി രാവിലെ ഒന്ന് ശ്വാസോച്ഛ്വാസം മീൻസ് പ്രാണായാമ പോലത്തെ യോഗകൾ ചെയ്യാൻ ശ്രദ്ധിക്കുക. അതും നിങ്ങളുടെ ശ്വാസകോശത്തിൻ്റെ വികസിക്കുന്നതും സങ്കോചിക്കുന്നതും നല്ല രീതിയിലാക്കുമ്പോൾ അവിടെ വായു എത്തുന്ന സമയത്ത് നിങ്ങൾക്ക് ഇൻഫെക്ഷൻ കുറയുകയും ചെയ്യും. അതുപോലെ തന്നെ ഒരു ഉന്മേഷക്കുറവ് ഉണ്ടായിരുന്നതൊക്കെ മാറിക്കിട്ടാനും സഹായകമാവും. ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോഴേക്ക് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ കഫക്കെട്ട് ബുദ്ധിമുട്ടുകൾ അലർജീൻ്റെ ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ നിയന്ത്രിക്കാവുന്നതാണ്. പക്ഷെ ഒരു പരിധി വിട്ട് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഞങ്ങളുടെ ഹോമിയോപ്പതി ചികിത്സയിൽ ഒരു രോഗിയുടെ ശാരീരികവും മാനസികവുമായ എല്ലാ ലക്ഷണങ്ങളും കണക്കിലെടുത്തതിന് ശേഷം യൂറോപ്യൻ നിർമ്മിതമായ സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടെ രോഗനിർണയവും മരുന്ന് നിർണയവും നടത്തിയതിന് ശേഷമാണ് ഞങ്ങൾ മെഡിസിൻ നൽകുന്നത്. അപ്പോൾ നിങ്ങൾക്കുള്ള മെഡിസിൻ എന്ന് പറയുന്നത് നമ്മൾ ജർമ്മനിയിൽ നിന്നും ഡയറക്റ്റ് ഇറക്കുമതി ചെയ്ത പൊട്ടൻസി മരുന്നുകളാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് നേരിട്ട് വരാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈൻ കൺസൾട്ടേഷൻ വഴി
കോൾ ചെയ്ത് മെഡിസിൻ വീട്ടിലെത്തിക്കുന്നതാണ്. ഞാൻ ഡോക്ടർ ഗോപിക, ഡോക്ടർ ബാസിൽ സോമി ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല.